ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഷോർട്ട് ഹെയറിന് പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണിച്ചു തരാൻ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഹെയർ കെട്ടണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഫസ്റ്റത്തെ വന്നിട്ട് ഇത് തന്നെയാണ്. ഇതെങ്ങനെ കെട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൈഡാണ് എടുക്കുക. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം. രണ്ട് സൈഡ് വയ്ക്കും, ഹെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ഇവിടെ നിന്ന് മുടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. കോളേജിലും സ്കൂളിലൊക്കെ പോകണ പിള്ളേർ മുഴുവൻ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ലോങ് ഹെയർ ഉള്ളപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒരു മുടി തീരെ തിക്കില്ലാത്തതുകൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കെട്ടാനായിട്ട് സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒറ്റ ക്ലിപ്പുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചതും ഇതും കൂടെ ബാക്കിൽ ഇങ്ങനെ ഒന്നാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമുക്ക് ജീൻസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഒരു സാധാ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ഫ്രോക്ക് അങ്ങനത്തെ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഹെയർ കിട്ടിയാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും ഒരു ഹെയർ സ്റ്റൈല്. ഹെയർ നന്നായിട്ട് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഹെയർ ഓൾറെഡി നല്ല തിക്കായിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഫുള്ള് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കോളേജിലേക്കും അതുപോലെ ഓഫീസിലേക്കൊക്കെ കെട്ടിപ്പോകാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഫുള്ള് ഭാഗത്തുനിന്ന് മുടി ഇങ്ങനെ എടുത്തിട്ട് ഒരു ബണ്ണ് ഇങ്ങനെ ഇട്ടെടുത്തു. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കുറച്ച് മുടി എടുത്തെടുത്ത് ഇങ്ങനെയുണ്ട്. അതാണ് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ കൊണ്ടുനടക്കാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സാധാ പണ്ട് മുതൽ സ്കൂളിലും കോളേജിലും അതുപോലെ ഫിലിമിലാണെങ്കിലും ഒക്കെ നായകന്മാരൊക്കെ ഇങ്ങനെ ചുമ്മാ കെട്ടി വയ്ക്കാറുള്ള നമ്മുടെ സെയിം സാധനം. ഇതൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. അവർക്കൊക്കെ സിമ്പിളായിട്ട് അമ്മമാർക്കൊക്കെ കെട്ടി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ അമ്മമാർ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിള്ളേർ തന്നെ ഫുൾ യൂട്യൂബിലും ഫിലിമിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യും. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. എനിക്ക് എത്ര പ്രായമായാലും ഇങ്ങനെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സാധാ പോണിട്ടൈൽ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ഓടിപ്പടഞ്ഞ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഞാൻ എപ്പോഴും കെട്ടുന്ന എൻ്റെ സ്വന്തം ഹെയർ സ്റ്റൈൽ ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഹെയർ കെട്ടി വയ്ക്കാറ് കേട്ടോ. എനിക്കിങ്ങനെ കെട്ടി വെച്ചാൽ എവിടുന്നോന്നില്ലാത്തൊരു സന്തോഷം വെറുതെ വരും. നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ സാധാ കാണുന്നുണ്ടോ? നമ്മുടെ സാധാ പോണിറ്റെയിൽ. പിന്നെ ഏറ്റവും സിമ്പിളായ സാധനം ഹെയർ ലെയർ കട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും സുഖമായിട്ട് എനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ. നമുക്ക് അത്യാവശ്യം ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു മുടി വെച്ചിട്ടൊക്കെ പോകാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു കുഞ്ഞ് ക്രാബ് കളർ ക്രാബ് ഇവിടെ കട്ടി വെച്ചെടുക്കാം. കളാമോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുക്കുക, പിന്നെയും ഇവിടെ നിന്ന് എടുക്കുക, തിരിച്ചു കൊടുക്കുക, പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, പിന്നെയും എടുക്കുക,
ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇവിടെ നമ്മളൊരു ക്രാബ് കുത്തി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒറ്റ സൈഡ് മാത്രമല്ല, രണ്ട് സൈഡും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗവും കൂടെ കെട്ടിക്കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്ലിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ബാക്കിൽ ബണ്ണിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് സ്ലൈഡ് കുത്തണതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഇരിക്കുകയുള്ളൂ. അയ്യോ ഞാനെങ്കിൽ ഇവിടെ രണ്ട് മുടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ സ്റ്റൈൽസ്. ഇതിലേത് ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും സ്യൂട്ടാണ് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഏതാണ് എനിക്ക് കൂടുതൽ ഭംഗിയെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വന്നവർ എല്ലാവരും ടാറ്റാ.